Hello everyone! അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ നിങ്ങളുടെ SSLC ഫൈനൽ എക്സാം ഇംഗ്ലീഷിൽ എന്ത് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എത്ര മാർക്കിന് വരും ഞാൻ ഡിസ്കസ് ചെയ്യാം. ഈ PDF വേണമെങ്കിൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ആകെ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്താൽ മതി. ആൻഡ് ഇതിനു വേണ്ടിയുള്ള സൊല്യൂഷൻ ഞാൻ പറഞ്ഞാൽ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ പ്രാവശ്യത്തെ മോഡൽ പേപ്പറും നിങ്ങളുടെ മോഡൽ പേപ്പർ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അത് അനലൈസ് ചെയ്തോടെ നമുക്ക് എന്തൊക്കെ ഫൈനൽ എക്സാമിൽ ചോദിക്കുന്നു കാണിച്ചു തരാം. ആൻഡ് അതൊക്കെ എവിടെ കിട്ടും എന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, സോ നിങ്ങൾ നോക്കി എപ്പോഴും ആദ്യം തന്നെ ഈ പേപ്പർ ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇത് റീഡിംഗ് സെക്ഷനാണ്. ഓക്കെ, നിങ്ങൾ റീഡ് ചെയ്യണം എന്നിട്ട് ആൻസർ ചെയ്യണം. ഓക്കെ, റീഡിംഗ് സെക്ഷനിൽ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഇത് നമുക്ക് അറിയുന്ന സ്കോളർഷിപ്പ് ജാക്കറ്റിലെ പാരഗ്രാഫ്. അപ്പം നോൺ പാരഗ്രാഫ് എന്ന് പറയും. നമുക്ക് അറിയുന്ന ഒരു പാസേജ്, നോൺ പാസേജ്. നമുക്ക് അറിയുന്ന ഒരു പോയം തന്നു. പിന്നെ എന്താണ് നോൺ പോയം അല്ലെങ്കിൽ നോൺ പോയം നമുക്ക് പറയാം. ഓക്കെ, പിന്നെ എന്താണ് തന്നിരിക്കുന്നത്? പിന്നെയും ഒരു അപ്രീസിയേഷൻ എഴുതാൻ വേണ്ടിയിട്ടാണ്. അത് നിങ്ങൾക്ക് റൈറ്റിങ്ങിൽ എഴുതാം അല്ലെങ്കിൽ റീഡിങ്ങിലാക്കാം. അത് ഇഷ്ടമുള്ള പോലെയാണ്. നമ്മുടെ ലിറ്ററേച്ചർ സെക്ഷൻ എന്നാണ് വരിക. പിന്നെ നോക്കിയാൽ 120 വേർഡ്സ് നമ്മൾ ആദ്യം പറഞ്ഞ നരറ്റീവ് ഉണ്ടാക്കണം. 7 മാർക്കിന് നരറ്റീവ് ഉണ്ടാക്കാൻ പറഞ്ഞു. ഓക്കെ, അത് റൈറ്റിങ്ങിൽ വരും. പിന്നെ നോക്കിയേ ഒരു റൈറ്റപ്പ് പറഞ്ഞിട്ടുണ്ട്, ഹിൻ്റൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. ഇതും 7 മാർക്കിന് റൈറ്റപ്പ് എഴുതണം. അത് ഏതെങ്കിലും ഒരെണ്ണം, ഒന്നെങ്കിൽ നരേറ്റീവ് അല്ലെങ്കിൽ റൈറ്റപ്പ്. അപ്പോൾ 7 മാർക്കിന് അതാ വരിക. ഓക്കെ, പിന്നെ നോക്കിയേ ഇത് വാൾട്ട് ഡിസ്നിയുടെ ജേണിയാണ്. ഇത് നിങ്ങൾക്ക് അറിയാത്തൊരു പാസേജ്, പക്ഷെ സിമ്പിൾ പാസേജ്, പക്ഷെ അൺനോൺ പാരഗ്രാഫ് അല്ലെ അൺനോൺ പാസേജ് വന്നു. അവിടെ എത്രയാ? 5 മാർക്ക് അവിടെ വന്നു. ഓക്കെ, അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിക്കുന്നത്? ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് നേരെ ക്വസ്റ്റ്യൻസ് കേട്ടോ. നോക്കിയേ ഡയറി എൻട്രി റൈറ്റിംഗിൽ വരുന്ന, പക്ഷേ ഹോമിയോപാത്ത് സ്നേക്ക് എന്ന് വരുന്നത്. അപ്പോൾ 5 മാർക്കിൽ അവിടെ വന്നു. പിന്നെ നോക്കിയേ പ്രിപ്പയർ സെറ്റ് ഓഫ് 5 ഇന്റർവ്യൂ ക്വസ്റ്റ്യൻസ് അവിടെ വന്നു. പിന്നെ നോട്ടീസും 5 മാർക്ക്. ഇതിൻ്റെയൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്ന ചാനലിൽ. അപ്പോൾ അത് നോക്കുക. 5 മാർക്ക് നിങ്ങളിവിടെ 2 ക്വസ്റ്റ്യൻ എഴുതണം. പിന്നെ നോക്കി ഇത് പ്രൊഫൈലാണ്, വളരെ സിമ്പിളാണ്. 6 മാർക്കിന് കിട്ടി. പിന്നെ ക്യാരക്ടർ സ്കെച്ച് ഓഫ് വാങ്ക. ഓക്കെ, വാങ്കാസ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ കോൺസ്റ്റന്റിൻ മാർക്കറിച്ചിന് എഴുതുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പ്രിപ്പയർ ക്യാരക്ടർ ഓഫ് ഗ്രാൻഡ് ഫാദർ, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ഗ്രാൻഡ് ഫാദർ. പിന്നെ ഒരു ഇതാ ഇൻഫോർമൽ ലെറ്റർ, ഒരു പാരഗ്രാഫ് വരുന്നുണ്ട്. ഇതൊക്കെ 6 മാർക്കിനാണ്. പിന്നെ എന്താണ് മിസ്റ്റർ ഷ്മിത്ത് എന്ന് പറയുന്ന ഒരു സ്പീച്ച്. ഓക്കെ, സ്കോളർഷിപ്പ് ജാക്കറ്റ് മാർത്തിൻ്റെ ചാപ്റ്ററിന്. പിന്നെ ഈ പ്രാവശ്യം നമ്മൾ പൊതുവേ കാണാത്തൊരു സംഭവമാണ് 5 മാർക്കിന് ഒരു ടേബിൾ അല്ലേ. ഒരു ടേബിൾ വന്നിട്ടുണ്ട്. നിങ്ങൾ എന്താ കുറച്ച് ആൻസർ ചെയ്യണം. വളരെ സിമ്പിൾ. നോക്കിയേ ഹൂ ഇസ് ദ ഓത്തർ ഓഫ് ദ ബുക്ക്? സിദ്ധാർത്ഥ ബുക്ക് എടുത്തേ. സിദ്ധാർത്ഥ എടുത്തു. അതിന്റെ ഓത്തർ ആരാ? ഹെർമൻ ഹെസ്സെ. ഓക്കെ, പിന്നെ ഹെസ്സി അല്ല ഹെസ്സെ, കറക്റ്റ് പ്രൊണൗൺസിയേഷൻ എനിക്കല്ല. ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ആരാണ് പബ്ലിഷ് ചെയ്തത്? ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് ബുക്ക് എടുത്ത് എവിടെ എടുത്ത്? പബ്ലിഷ്ഡ് വെൻ ആണ് 1902. സിമ്പിൾ. അതെന്താണ്? 5 മാർക്ക് നിങ്ങൾക്ക് വെറുതെ കിട്ടും. പിന്നെ എന്താ അണ്ടർലൈൻ ചെയ്ത എറർ, എഡിറ്റ് ദ പാസേജ് 4 മാർക്സ്. പിന്നെ എന്താ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ടാഗ് 2 മാർക്ക്. ഇത് എന്താണ്? ഇത് കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ടാഗ് അല്ല, ഇതെന്താ റിപ്പോർട്ടഡ് സ്പീച്ച് ആക്കാൻ പറയാം, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് സ്പീച്ച് കേട്ടോ. പിന്നെ എന്താണ് ഇവിടെ തന്നിരിക്കുന്നത്? ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 4 മാർക്ക്. അത് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഗ്രാമറിൽ വരും. ലാസ്റ്റ്ലി എന്താണ്? ഇവിടെ എന്താണ്? കംപ്ലീറ്റ് ദ ഫോളോയിങ് വിത്ത് ഫ്രേസൽ വെർബ്, നൗൺ ഫ്രേസസ് ഒക്കെ വരാറുണ്ട്. പിന്നെ ഇവിടെയാണ് കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ടാഗ് വരുന്നത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ്ലി നൗൺ ഫ്രേസസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ കാണുമ്പോൾ സാർ എന്തിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ്, ഏതിനാണ് ഏറ്റവും മാർക്ക് വരിക എന്നുള്ളത് കറക്റ്റായിട്ട് ഞാൻ പെട്ടികളായിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. നോക്കിയേ 2023 മോഡലിനെ ചോദിച്ചത് ഫസ്റ്റ് റോ. ഓക്കെ, ആദ്യത്തെ 2 ഫസ്റ്റ് റോ. 2022 ഫൈനൽ എക്സാമിന് ചോദിച്ചാണ് താഴെ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. പാസേജ് നോൺ 5 മാർക്കിന് വന്നു. അറിയുന്ന പോയം 4 മാർക്കിന് വന്നു. പോയം അപ്രീസിയേഷൻ 5 മാർക്കിന് വന്നു. അത് 2022 ഈ സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നാരേറ്റീവ്. അപ്പൊ ഈ സംഭവങ്ങൾ എല്ലാവരും ഡബിൾ ടിക്ക് ചെയ്ത് പഠിക്കണം, ഫുൾ സെറ്റ് ആയിട്ട് പഠിക്കണം. ഓക്കെ, റൈറ്റപ്പ് കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല. അപ്പൊ ഇതൊരു ഔട്ട് ഓഫ് ദ ബ്ലൂ സാധനമാണ്, എപ്പോഴും ചോദിക്കാറുള്ള സാധനം. അപ്പൊ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, എന്തോ വർഷത്തിൽ. ഓക്കെ, ഈ വർഷം ചോദിച്ചല്ലോ, അപ്പൊ എന്താണെങ്കിലും ഫൈനലിന് ചോദിക്കും. പാസേജ് അൺനോൺ വന്നു, ഡയറി വന്നു, ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ, നോട്ടീസ്, പ്രൊഫൈൽ, ക്യാരക്ടറൈസേഷൻ, കോൺവെർസേഷൻ മാത്രമായിട്ട് വന്നില്ല. ഓക്കെ, കോൺവെർസേഷൻ എന്താണ് വരാത്തത്? കാരണം ഇവിടെ നമുക്ക് കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ടാഗ്, എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണാം ഈ കോൺവെർസേഷൻ ക്വസ്റ്റ്യൻ ടാഗ് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് നോക്കിയേ ഇൻഫോർമൽ ലെറ്റർ വന്നു 2 വർഷം. പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞു. ഓക്കെ, പാരഗ്രാഫ് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിന്നെ എന്താണ്? സ്പീച്ച് വന്നു, മിസ്റ്റർ സ്മിത്തിന്റെ ക്വസ്റ്റ്യൻ. ടേബിൾ ക്വസ്റ്റ്യൻ അൺനോൺ, അത് കഴിഞ്ഞ 2 വർഷങ്ങളിൽ വന്നതാണ് കേട്ടോ. റിപ്പോർട്ടഡ് സ്പീച്ച് കഴിഞ്ഞ വർഷം വന്നില്ല, ഈ പ്രാവശ്യം വന്നു. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും അത് പഠിക്കണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, പ്രപ്പോസിഷനും ഫ്രേസൽ വെർബും ക്വസ്റ്റ്യൻ ടാഗും നൗൺ ഫ്രേസും എല്ലാം വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ജഡ്ജ് ചെയ്യാൻ പറ്റും എത്ര മാർക്കിനാണ് എല്ലാം വന്നത്. റൈറ്റപ്പും നരേറ്റീവും 7 മാർക്കിനാണ് വന്നത്. എന്താണ് ഇതിനെ പഠിക്കുന്നത്? 7 മാർക്കൊന്നും കളയാൻ പറ്റില്ല നമുക്ക്. ഓക്കെ, ക്യാരക്ടർ സ്കെച്ച് വന്നിരിക്കുകയാണ്. പിന്നെ എന്താണ്? നിങ്ങളെല്ലാം ബേസിക്കലി ഇവിടെ കണ്ടിരിക്കുന്ന എല്ലാം പഠിക്കണം. നിങ്ങളെ കൊണ്ട് ഭയങ്കര പഠിക്കണം അല്ലേ. പക്ഷെ നിങ്ങൾ ആരും പേടിക്കണം, എന്ത് വേണേ ആയിക്കോട്ടെ. നിങ്ങൾക്ക് എന്തൊരു ക്ലാസ്സിൻ്റെയും വീഡിയോ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻ കണ്ട് പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ടേബിൾ, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ എന്തൊക്കെ പഠിക്കണം, ഫുൾ മാർക്ക് കിട്ടുക. അതിൻ്റെ എല്ലാം വീഡിയോ ഈ കാണുന്ന പ്ലേലിസ്റ്റിലുണ്ട്. പ്ലേലിസ്റ്റ് എല്ലാവരും
കാണാം. അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. എല്ലാ ടൈപ്പും വീഡിയോ ഇവിടെ ഇപ്പോൾ എത്ര നോക്കിയാൽ 1 2 3 4 5 6 7 8 9 10 11 12 മേലെയുണ്ട്, താഴെ 12 ഉണ്ട്. അപ്പോൾ 24 സംഭവമുണ്ട്. പക്ഷേ ഈ പ്ലേലിസ്റ്റ് നിങ്ങൾ കാണുമ്പോൾ ഒരു 30 ആൾക്കാരെങ്കിലും 30 വീഡിയോയും ചാപ്റ്ററും എല്ലാ കാര്യവും ഈ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും. അപ്പോൾ അത് നോട്ട് ചെയ്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ്. ഇനി ഇതിൻ്റെ നോട്ട്സ് ഒക്കെ എന്തിൻ്റെ നോട്ട്സ് നിങ്ങൾക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും. അത് ഞാൻ കാണിച്ചാൽ എവിടെയാണ് കിട്ടുകയെന്ന്. വാട്സാപ്പിൽ കമ്മ്യൂണിറ്റി ലിങ്ക് ഉണ്ട്, വാട്സാപ്പിൻ്റെ ലിങ്ക് അതിൽ ജോയിൻ ചെയ്യുക, ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കിട്ടും. അതേപോലെ ഇപ്പോൾ എല്ലാ ചാപ്റ്റേഴ്സും പോയംസിൻ്റെ ഒക്കെ വീഡിയോസും ലൈവൊക്കെ വന്നിട്ടുണ്ട്. എല്ലാ ദിവസവും 7:30 ലൈവിന് വരാം. ആൻഡ് നിങ്ങൾ ഈ വീഡിയോസ് ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ മാർക്ക് കിട്ടും. ഇതൊന്നും കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വീഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് ഇത് ഫ്രണ്ട്സിന് അയക്കാൻ എടാ ക്യാരക്ടർ സ്കെച്ച് പഠിക്കണോ, കോൺവെർസേഷൻ വരില്ലല്ലോ ഈ പ്രാവശ്യം, കഴിഞ്ഞ പ്രാവശ്യം വന്നില്ലല്ലോ എന്ന് ചോദിക്കുന്നവർക്കൊക്കെ അയച്ചു കൊടുക്കാൻ പറ്റിയ വീഡിയോ. അപ്പോൾ അവർക്കും കൺഫ്യൂഷൻ ഒഴിവായി കിട്ടും. സോ ഓൾ ദി ബെസ്റ്റ്, താങ്ക് യു. ആൻഡ് ഇന്ന് 7:30 നമുക്ക് കാണാം, ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ.